ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചാണ് ഈ വീടിൻ്റെ പണി കഴിഞ്ഞോന്ന്. ഈ വീടിൻ്റെ പണി ഒരു 90% കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഗ്രാസും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ബാംഗ്ലൂർ സ്റ്റോണൊക്കെ ഇട്ട് കഴിഞ്ഞ് തൊട്ടപ്പുറത്താണെങ്കിൽ ടൈലും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പുറത്ത് കിണർ കാര്യങ്ങൾ അതിന് ഗ്രില്ല് വരെയും വെച്ച് കഴിഞ്ഞ് നല്ല ലുക്കിൽ പക്കാ ക്വാളിറ്റി പണിതേക്കണ വീട്. ഇതിൻ്റെ ഫിറ്റിങ്സൊക്കെ കഴിയണവരുണ്ടാവുമെന്ന് എനിക്കറിയില്ലട്ടോ. ഞാൻ ആ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ 2 വീടും വിറ്റ് പോയിട്ടെ. അത് ഞാൻ അന്നേ പറഞ്ഞില്ലേ. അത് ഇങ്ങനെയുള്ള വീടുകളൊന്നും കിടക്കൂല. കാരണം ബ്രാൻഡഡ് വീടുകൾ നമ്മൾ പറയുന്ന വീടുകൾ അങ്ങനത്തെ വീട് തന്നെ ആയിരിക്കുള്ളൂ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാണ്ട. ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസൊക്കെ നോക്കി അത്രയും നല്ലതായിരിക്കുള്ളൂ. കാരണം ഇവരുടെ വീട് കാരണം നമുക്ക് വിരലുണ്ടാവുന്ന കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഇതേ കൂട്ട് ചെയ്യണത്. അപ്പോൾ അത് അത്രയും ക്വാളിറ്റി ആയിരിക്കുള്ളൂ. നമ്മളെ മനസ്സിന് ഇഷ്ടപ്പെട്ടൊരു ഇതായിരിക്കുള്ളൂ വന്ന് കാണുമ്പോൾ തന്നെ. കാണണ്ട എല്ലായിടത്തുനിന്നും നല്ല വെട്ടവും വെളിച്ചവും കിട്ടുന്ന രീതിക്ക് ഇത് 3 ഫേസ് കണക്ഷൻ. ഇത് ഇപ്പുറത്ത് വേറൊരു ഏരിയ ഉണ്ട്. ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇത് ഇനി സെക്കൻഡ് കിച്ചൺ ഉണ്ട്. കാരണം ഒരു വീട്ടിൽ നമ്മൾ എന്തൊക്കെ ആഗ്രഹിക്കും അതൊക്കെ ഉൾക്കൊള്ളിച്ച് പണിയണ ആൾക്കാരാണത്. അത് നമുക്കിത് കൺജസ്റ്റഡ് അല്ല. ആവശ്യത്തിന് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. നല്ല പ്രൈം ലൊക്കേഷനാണ്. നല്ല അയൽവക്കം. അതൊക്കെയാണ് നമ്മൾ നോക്കണേ. അല്ലാണ്ട് ഇപ്പോൾ വേറെ ഇതിലല്ല. അപ്പോൾ നമ്മൾ വന്ന് കാണുമ്പോൾ അതേകൂട്ട് തന്നെ പള്ളി കാര്യങ്ങൾ ടൗൺ എല്ലാം അടുത്ത്. അപ്പോൾ എല്ലാവരും ഇതിന് ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എല്ലാവരും നോക്കണേ. കണ്ടോ ക്ലോസറ്റ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാനേ ഉള്ളൂ. ഇനി അത്യാവശ്യം ഒരു 10% പണിയും കൂടി ബാക്കിയുണ്ട്. അതിപ്പോൾ ഒരാഴ്ച കൊണ്ട് കഴിയും. ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കണത്. ഒരാഴ്ച കഴിയുമ്പോൾ ഇപ്പോൾ പണിക്കാരുണ്ട് ഓൾറെഡി. അപ്പോൾ അവർ അതൊക്കെ എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് ഫിറ്റ് ചെയ്യാനുള്ളവരുടെയാണ്. കബോർഡിൻ്റെ പണി എല്ലാം കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ ഈ വീട് ഉണ്ടാകുമെന്ന് എനിക്ക് സംശയമാണ്. കാരണം ഞാനത് അന്നിട്ടപ്പോൾ തന്നെ ഒരു പാർട്ടി വന്നിട്ട് ഇപ്പോൾ അവർ ഇന്നും വന്നിട്ടുണ്ടായിരുന്നു കാണാൻ. ഇന്ന് വീണ്ടും അവർ കാണാൻ വന്നപ്പോൾ ഞാൻ ഒന്നും കൂടി ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ആരും ഇതായിട്ട് ഉറപ്പായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് തന്നെ. അല്ലെങ്കിൽ ഉറപ്പുറച്ചെങ്കിൽ ചെയ്യൂലായിരുന്നു. കേട്ടോ വീടിന് അന്നേരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതൊന്നും കാണിച്ചില്ലല്ലോ. വെറുതെ ഫ്രണ്ടും അകവും മാത്രമല്ലേ കാണിച്ചുള്ളൂ. ഇന്ന് ഞാനപ്പോൾ ഇതിൻ്റെ ഫുള്ള് ഇത് കാണിച്ചിട്ടുണ്ട്. എന്തോരം സൗകര്യം ഉണ്ടെന്ന്. ഇത്രയും നല്ലൊരു വീടാണ്. അതും അങ്കമാലി ടൗണിൽ. അങ്കമാലി ടൗണിനടുത്തായിട്ട് ഇത്രയും നല്ലൊരു വീട് എങ്ങനെയുണ്ടെന്ന് നോക്കി. 2500 സ്ക്വയർ ഫീറ്റ്, 7.5 സെൻറ്റ് സ്ഥലം, 1,30,00,000 സ്പേസും കൊണ്ട ബാൽക്കണി, 4 അറ്റാച്ച്ഡ് ബെഡ്റൂം. എല്ലാത്തിൻ്റെ സ്പേസ് നോക്കിക്കോണം. അതും പക്കാ ക്വാളിറ്റി പണിതേക്കണം. ഇനി ഇവിടെ ബാക്കിലൊരു ഓപ്പൺ സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്കൊരു വീട്ടിലൊരു